DCC പ്രസിഡന്റ് ശ്രീ ബാബു പ്രസാദ്, യോഗം ഉദ്ഘാടനം ചെയ്ത KPCCയുടെ ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ്, AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി, എന്നോടൊപ്പം ഈ വിശ്വാസ സംരക്ഷണ ജാഥകൾക്ക് നേതൃത്വം നൽകിയ ശ്രീ അടൂർ പ്രകാശ് MP, ശ്രീ ബെന്നി ബെഹന്നാൻ MP, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാരെ, ആദ്യമായി തന്നെ ഒരു കാര്യത്തിൽ KPCCയോട് നന്ദി പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. ശബരിമലയിൽ ആചാരലംഘനമുണ്ടായപ്പോഴും ശബരിമലയുടെ സ്വർണം മോഷ്ടിക്കപ്പെട്ടപ്പോഴും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ വിശ്വാസ പ്രമാണ യാത്രകൾക്ക് നേതൃത്വം നൽകാൻ പാർട്ടി എനിക്ക് 2 തവണയാണ് അവസരം നൽകിയത്. 50 വർഷം തുടർച്ചയായി മുടക്കം കൂടാതെ ബുധനിഷ്ഠയോടുകൂടെ മലയോട്ടാൻ കഴിഞ്ഞ ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയിൽ ഈ ചുമതല എന്നെ സംബന്ധിച്ച് സ്വാമിയുടെ ആചാരങ്ങൾ സംരക്ഷിക്കാനുള്ള യാത്രകൾ നടത്താൻ കഴിഞ്ഞത് അതും ഒരു പുണ്യമായി ഞാൻ കണക്കാക്കുക. ഞാൻ നേതൃത്വം നൽകിയ വിശ്വാസ സംരക്ഷണ യാത്ര 14-ാം തീയതി കാലത്ത് സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച യാത്രയാണ്. ആ യാത്രയുടെ ആരംഭത്തിലും ഇന്ന് ഈ സമാപനത്തിലും ഷാനിമോൾ ഉസ്മാൻ്റെ സേവനം ഉണ്ടായിരുന്നു എന്നുകൂടെ അടിവരയിട്ട് ഞാൻ പറയുക. ഈ യാത്രയുടെ വിവിധ ഭാഗങ്ങളിലെത്തിയപ്പോൾ ജാതി മത വ്യത്യാസം കൂടാതെ എല്ലാ മതസ്ഥരും എല്ലാ സമുദായക്കാരും ഈ യാത്രയെ വരവേൽക്കുകയുണ്ടായി. പ്രത്യേകിച്ച് യാത്ര കോഴിക്കോടെത്തിയപ്പോൾ ഈ യാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു. മലപ്പുറത്ത് അഭിനന്ദനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ശ്രീ സമദാനിയും അബ്ദുൽ വഹാബും പോലുള്ള ലീഗിൻ്റെ ജനപ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിൻ്റെ നിയോജകമണ്ഡലത്തിൽ ഇരിട്ടിയിലാണ് ഞങ്ങൾക്ക് സ്വീകരണം നൽകിയത്. ഏറ്റവും മികച്ച സ്വീകരണങ്ങളിലൊന്നായിരുന്നു ആ ഇരിട്ടിയിലെ സ്വീകരണം. ഞാൻ പറഞ്ഞത് ഏറ്റവും അധികം കുടിയേറ്റ കർഷകരുള്ള നിയോജകമണ്ഡലത്തിൽ. ഞങ്ങളുടെ ജാഥ എത്തിയത് ഏതാണ്ട് ഈ സമയത്താണ്. KPCC പ്രസിഡന്റിനെ 1 മണിക്കൂർ ഞങ്ങളുടെ യാത്രയെ അധികം വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടായി. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ യാത്രയിലുണ്ടായി. അവിടെ എല്ലാ ഘടകകക്ഷികളുടെയും പ്രധാന നേതാക്കന്മാരുടെ സാന്നിധ്യമുണ്ടായി. ഇന്ന് ഈ യാത്ര ഏറ്റുമാനെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റുമാനെന്ന് പറയുമ്പോൾ ഏറ്റുമാനൊരപ്പൻ്റെ നാടാണ്. സ്വാഭാവികമായിട്ടും ക്ഷേത്ര സന്ദർശനം ഒരു അനിവാര്യമാണ്, പ്രത്യേകിച്ച് വിശ്വാസ സംരക്ഷണ യാത്രയായതുകൊണ്ട്. ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ തൊഴുകാൻ വന്ന ഭക്തജനങ്ങൾ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. സാർ, ഇവിടെ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതും ആചാരലംഘനവും മാത്രമല്ല, ഈ പരിപാവനമായ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ആചാരലംഘനം നടക്കുക. അതായത് VN വാസവൻ അവിടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം 5 വർഷവും ആ ക്ഷേത്രത്തിൽ ആചാരലംഘനം നടന്നു. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാം, അവിടെ ഉത്സവത്തിന് കൊടിക്കൂറകൾ ഭക്തജനങ്ങൾ പ്രാർത്ഥിച്ച് ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നൽകാറുണ്ട്. അത് ഘോഷയാത്രയായി അമ്പലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് സ്വീകരിക്കുന്നത് തന്ത്രിയാണ്, ക്ഷേത്രതന്ത്രിയാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം തന്ത്രിക്ക് അത് സ്വീകരിക്കാൻ അവസരം കിട്ടിയില്ല. എല്ലാം വാസവനാണ് അതിൻ്റെ മുമ്പിൽ നിന്ന് ഇത് സ്വീകരിക്കുന്നത്. അപ്പോൾ തന്ത്രിയുടെ ജോലിക്ക് പോലും ഭംഗം വരുത്തിക്കൊണ്ട് 5 വർഷക്കാലം ആ ക്ഷേത്രത്തിൽ ആചാരലംഘനം നടന്നു. അതുമാത്രമല്ല, എന്നാൽ ഇങ്ങനെ ലംഘനം നടത്തുന്ന ആൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിലൊന്നും തൊഴുക പോലും ഉണ്ടാവില്ല. ശബരിമലയിൽ നിങ്ങൾ കണ്ടുകാണ് കയ്യും കെട്ടിയിട്ടായിരിക്കും. കാരണം ശബരിമല ദേവനെ തൊഴുകുന്ന ആർക്കും സ്വർണം മോഷ്ടിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അയ്യപ്പനെ കാണുമ്പോൾ കുറ്റബോധം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം കയ്യും കെട്ടി നിൽക്കുകയാണ്. കഴിഞ്ഞ
അധികം ദേവസ്വം മന്ത്രിയായതിനു ശേഷമൊക്കെ ഞാൻ നോക്കുന്നൊരു കാര്യമാണ്. ഏതായാലും അത് അവിടെ മാത്രമല്ല, ആറന്മുള ക്ഷേത്രത്തിലും ആചാരം ലംഘിച്ചു. ആറന്മുള ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക്, അപ്പോൾ ഭഗവാന്റെ ജന്മദിനമാണ്, അപ്പോൾ അവിടെ സദ്യ ഉണ്ടാവും. അല്ല, വെള്ളസദ്യ ഇതിനാണ്, മറ്റേ ശ്രീകൃഷ്ണ ജയന്തി അഷ്ടമി രോഹിണി. അപ്പോൾ ഭഗവാന്റെ പിറന്നാളാണല്ലോ, സദ്യയുണ്ട്. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ സദ്യ ഭക്തജനങ്ങൾക്ക് നൽകുമ്പോൾ അതിനു മുമ്പ് ദേവന് ഈ എല്ലാ വിഭവങ്ങളും ഇലയിൽ വിളമ്പി ദേവനെ പൂജിച്ച് ദേവൻ അത് കഴിച്ചു എന്നാണ് സങ്കല്പം. അതിനുശേഷം ഭക്തജനങ്ങൾ അവർക്ക് ഇലയിട്ട് ഭക്ഷണം നൽകാറുണ്ട്. പക്ഷെ വാസവൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മണി 12:30 എനിക്ക് ഗ്യാസിൻ്റെ കുഴപ്പമുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വിളമ്പണം എന്ന് പറയുകയും അങ്ങനെ ഭഗവാന് വിളമ്പുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വിളമ്പി കൊടുക്കുകയും അതിൻ്റെ പേരിൽ ആചാരം ലംഘിക്കപ്പെട്ടു എന്ന് തന്ത്രി ഇപ്പോൾ ദേവസ്വം ബോർഡിന് കത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. ഇതാണ് പറയുന്നത്, ഭക്തിയില്ലാത്തവർ ഇത് കൈകാര്യം ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ സി അച്യുതമേനോൻ ആദ്യം ഒരിക്കൽ പറഞ്ഞു, എന്തിനാണ് ദേവസ്വം ബോർഡിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ അംഗങ്ങളാവുന്നത്? നമുക്ക് വിശ്വാസമുണ്ടോ? നമ്മുടെ പാർട്ടി വിശ്വാസികളുടെ പാർട്ടിയല്ല. അതുകൊണ്ട് ക്ഷേത്രഭരണം വിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ പാർട്ടിക്കാർ അത് സ്വീകരിച്ചോട്ടെ, നമുക്ക് എന്തിനാണെന്ന് ചോദിച്ച ഒരേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, അത് ശ്രീമാൻ സി അച്യുതമേനോൻ. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ആ അച്യുതമേനോൻ്റെ പാർട്ടി അംഗമായ ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡാണ് ആദ്യമായി സ്വർണ്ണപ്പാളികൾ അടർത്തിയെടുത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവതാരത്തിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികൾ കൊണ്ടുപോയി സ്വർണം പൂശി എന്നാണ് രേഖ. ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ധൈര്യം എന്ന് പറയുന്നത് 2019 ദേവസ്വം ബോർഡ് നൽകിയ ആ കത്തിൽ ചെമ്പുപാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഇനി ഒന്നും ബാധിക്കില്ല, ആർക്കും എന്നെ തൊടാൻ കഴിയില്ല എന്നുള്ള ധൈര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട്. ഒരു കീഴ്ശാന്തിയായി വന്ന് അവിടെ നിന്ന് പൂജകൾ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് തന്ത്രി ഇറക്കി വിട്ടവരാണ്. LDF സർക്കാർ വന്നപ്പോൾ ഒരു സ്പോൺസറുടെ രൂപത്തിൽ വരിക. ഇയാൾക്ക് എങ്ങനെ ഇത്ര പണം ഉണ്ടായി? എന്ത് വിശ്വസിച്ച് ഇത്രയും സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു? ഇതേ വ്യക്തിയെ വീണ്ടും 2025 എന്തിനീ ചുമതല ഏൽപ്പിച്ചു? ഇങ്ങനെ ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് 2017 മുതൽ അവിടെ ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ദേവസ്വം ബോർഡുകൾ, പ്രസിഡന്റുമാരല്ല, ദേവസ്വം ബോർഡുകൾ, അതിന് നേതൃത്വം നൽകിയ പത്മകുമാർ മാത്രമല്ല, അതിനുശേഷം വന്ന വാസു, അദ്ദേഹം ആദ്യത്തെ ഈ 2019 അവിടെ ദേവസ്വം കമ്മീഷണറായി, അദ്ദേഹം ഇതിന് കൂട്ടുനിന്നു. ഈ വാസുവിനെ പറ്റി പിന്നീട് ഞാൻ കേട്ടിട്ടുള്ളത് പത്രത്തിൽ വന്ന വാർത്തയാണ്. അതിൽ പറഞ്ഞിട്ടുള്ളത്, കോവിഡ് കാലത്ത് ഭക്തജനങ്ങൾക്ക് അവിടെ വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദേവസ്വം സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ അവിടെയുള്ള കിണ്ടിയും ഉരുളിയും വിറ്റു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് കിണ്ടി വാസു എന്നറിയപ്പെട്ടത്. അപ്പോൾ കിണ്ടി വാസുവും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത്, 3 പേരും ആ 3 പേരോടൊപ്പം ഉള്ള ദേവസ്വം ഭരണസമിതിയിൽ ഇതിൽ കുറ്റക്കാരാണ്. അതുകൊണ്ട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI ഇത് അന്വേഷിക്കണം. ഇപ്പോൾ കുറച്ച് പോലീസുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ കഴിയില്ല. റിപ്പോർട്ട് കൊടുക്കേണ്ട ഹൈക്കോടതിക്കാണെങ്കിലും ഒരു IPS ഉദ്യോഗസ്ഥനും ഒരു IAS ഉദ്യോഗസ്ഥനും ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ ചില അനുഭവങ്ങൾ. ഇവ തന്നെ യോഗേഷ് ഗുപ്ത എന്ന IPS ഉദ്യോഗസ്ഥന് കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷൻ പോകാനുള്ള കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും പിണറായി കൊടുക്കുന്നില്ല. കാരണം പിണറായിയുടെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാണ്. അതുപോലെ തന്നെ ഡോക്ടർ അശോക് കുമാർ, അദ്ദേഹം കാർഷിക വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആണ് പറഞ്ഞത്, കേര കൃഷിയുടെ വികസനത്തിന് വേൾഡ് ബാങ്ക് കൊടുത്ത പണം വകമാറ്റി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അപ്രധാന സ്ഥാനങ്ങളിലേക്ക് മാറ്റിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ MP തല്ലിയത് തെറ്റായിപ്പോയി
എൻ്റെ ഒന്നും അറിവ് കൂടാതെ ചില പോലീസുകാരാണ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഇട്ട് തല്ലിയത് എന്ന് പറഞ്ഞ് റൂറൽ SP ബൈജുവിനെ ഭീഷണിപ്പെടുത്തിയ പ്രസംഗമാണ് ഇന്നൽ മിനിഞ്ഞാന്ന് പേരാമ്പ്രയിൽ EP ജയരാജനും TP രാമകൃഷ്ണനും കൂടെ നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചാൽ അവർക്ക് സത്യസന്ധമായി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് CBI വേണം. എന്നാൽ CBIക്കാർ മോശമല്ല. പിണറായിൻ്റെ മകനയച്ച സമൻസ് ആവിയായി പോയതാണ്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണം, മുഴുവൻ കുറ്റക്കാരെയും ശിക്ഷിക്കണം. മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, മറ്റ് കാര്യങ്ങൾ തൊട്ട് കളിക്കുന്ന പോലെയല്ല. ദേവൻ്റെ സ്വത്ത് കക്കാൻ കൂട്ടുനിന്നാൽ അതിൻ്റെ അനുഭവം ഭയാനകമായിരിക്കും. മുമ്പ് കട്ടിട്ടുള്ള പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കട്ടിട്ടുള്ള ചിലരുടെ കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ട്, ചിലരുടെ കൈകാലുകൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, ചിലർക്ക് ചിത്തഭ്രമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ 8.25 അട്ടി വെച്ച പോലെ എന്ന് പറഞ്ഞത് പൊക്കം കുറഞ്ഞവരൊക്കെ ഇപ്പോൾ സർക്കാരിൻ്റെ ശത്രുക്കളായി. അപ്പോൾ ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി ചിത്തഭ്രമം മുഖ്യമന്ത്രിയെ ബാധിച്ചോ എന്ന് തുടങ്ങി. അതായത് ദേവൻ്റെ സ്വത്ത് കട്ടയിന് കൂട്ടുന്നതിന് അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി പറഞ്ഞു, ഒരു MLA പറഞ്ഞു, 2 കൈയും ഇല്ലാത്തവന് ചില പ്രദേശങ്ങളിൽ ഉറുമ്പ് കടിക്കുമ്പോൾ ഉള്ള പ്രയാസം പോലെ. അതിപ്പോൾ 2 കൈയുള്ളവരെ കടിച്ചാലും ഒരു സദസ്സിൽ വെച്ച് അവിടെ ചൊറിയാൻ പലർക്കും മടിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വികലാംഗരും ഈ സർക്കാരിനെതിരായി. അപ്പോൾ ദേവൻ്റെ സ്വത്ത് കക്കാൻ കൂട്ടുനിന്നാലും അനുഭവം ഭയാനകമായിരിക്കും. അതുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ടത് ഈ അന്വേഷണം CBI അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ മന്ത്രി വാസവൻ രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ സംവരണം ജോലിക്ക് മാത്രമേ ഉള്ളൂ, കക്കാൻ സംവരണം. വാസവൻ ഇന്ന സമുദായതുകൊണ്ട് അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, ദേവൻ്റെ സ്വത്ത് കട്ടാൽ ഏത് സമുദായക്കാരനാണെങ്കിലും അവരെ വിളിക്കുന്നത് കള്ളനെന്നാണ്, സ്വർണം മോഷ്ടിച്ചാൽ കൊള്ളക്കാരനെന്നാണ് വിളിക്കുക. അതുകൊണ്ട് വാസവൻ രാജിവെച്ചേ മതിയോ. അതല്ലേ പ്രശാന്ത് മുന്നോക്കക്കാരനാണല്ലോ, അയാളും കെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പിരിച്ചുവിടണം. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എല്ലാ കാര്യത്തിലും ഹിന്ദുമതത്തിൻ്റെ ഹോൾസെയിൽ എടുക്കുന്ന RSSകാരും BJPക്കാരും എന്താണ് ഒരു മൗനം ഇത്തവണ? ഒരുപക്ഷെ പിണറായി വിജയനും BJPയുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിരിക്കാം. അല്ലെങ്കിൽ മലയാളം ശരിക്കും അറിയാത്ത രാജീവ് ചന്ദ്രശേഖരനും ഇംഗ്ലീഷ് ശരിക്കും അറിയാത്ത BJPയുടെ മറ്റ് നേതാക്കന്മാരുമായിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരിക്കാം. ഏതായാലും സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇത് പിണറായി വിജയനും BJPയുമായിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടായിട്ടാണ് കാണുന്നത്. RSSൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിനെ വേദനിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, ആഗോള ഭക്തജനങ്ങൾക്ക് വിശ്വാസമുള്ള പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. അതുകൊണ്ടാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് എല്ലാവരുടെയും അകവഴിഞ്ഞ പിന്തുണയുണ്ടായത്. മാത്രമല്ല, എൻ്റെ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായത് മറ്റൊന്നും കൊണ്ടല്ല. അയ്യപ്പൻ്റെ ഒരു കാര്യം പറയുമ്പോൾ വാവരുടെ സാന്നിധ്യം മസ്റ്റാണ്. ഇന്ന് ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്ന എൻ്റെ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ സിദ്ദിഖ് അദ്ദേഹത്തിന് കോൺസ്റ്റിറ്റ്യുവൻസിലൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ഇന്ന് വരാൻ കഴിയാതിരുന്നത്. ഇന്ന് ഈ ജാഥയുടെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് PM നിയാസാണ്. ഇപ്പം 2 വാവരെയും കൊണ്ടാണ് ഞാൻ ഈ യാത്ര നടത്തിയത്. അതുകൊണ്ട് വെയിലും മഴയൊന്നും ഈ യാത്രയെ ബാധിച്ചില്ല. പെരുമഴയത്തും ഒരു വെയിലത്തും ജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ദൈവാനുഗ്രഹമാണ്. അയ്യപ്പൻ്റെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്വാമി ശരണം.